സ്പോർട്സ് മാനേജ്മെന്റ് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന പല സ്റ്റുഡൻസും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതിൽ എന്താണ് പഠിക്കാനുള്ളതെന്നും ഇതിന്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എത്രത്തോളം ഉണ്ടെന്നും. ഇപ്പൊ സ്പോർട്സ് മാനേജ്മെന്റിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയാനുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യാം. എന്താണ് സ്പോർട്സ് മാനേജ്മെന്റ്? സ്പോർട്സ് മാനേജ്മെന്റ് അല്ലെങ്കിൽ സ്പോർട്സ് ബിസിനസ് വശങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനെയാണ് സ്പോർട്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് സ്പോർട്സ് ടീമുകൾ, അത്ലറ്റുകള്, സ്പോർട്സ് ലീഗുകൾ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ IPL, ISL, അതുപോലെ സ്പോൺസർഷിപ്പ്, മാർക്കറ്റിംഗ് എന്നിവയുടെ നടത്തിപ്പും അതിന്റെ മേൽനോട്ടുമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ചുരുക്കത്തിൽ ഈ സ്പോർട്സ് ഇൻഡസ്ട്രിയെ ഒരു ബിസിനസ് എന്ന നിലയിൽ ലാഭകരമായും അത് കാര്യക്ഷമമായും പ്രവർത്തിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. രണ്ടാമത്തെ കാര്യം, സ്പോർട്സ് മാനേജ്മെന്റിൽ എന്താണ് പഠിക്കുന്നത്? സാധാരണ മാനേജ്മെന്റ് ഡിഗ്രികളെ അപേക്ഷിച്ച് സ്പോർട്സിന് മുൻഗണന നൽകുന്ന വിഷയങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ സ്പോർട്സ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ കായിക ഇനങ്ങളെയും താരങ്ങളെയും എങ്ങനെ ബ്രാൻഡ് ചെയ്യാം, ഈവന്റ് മാനേജ്മെന്റ്, മത്സരങ്ങൾ അല്ലെങ്കിൽ ടൂർണമെന്റുകൾ എങ്ങനെ സംഘടിപ്പിക്കാം, സ്പോർട്സ് ഫിനാൻസ്, കായിക മേഖലയിലെ സാമ്പത്തിക കാര്യങ്ങൾ, അത്ലറ്റിക് മാനേജ്മെന്റ്, കായിക താരങ്ങളുടെ കരിയറും കരാറുകളും കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്പോർട്സ് ലോ, കായിക രംഗത്തെ നിയമങ്ങൾ, സ്പോർട്സ് മീഡിയ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, മത്സരങ്ങളുടെ തത്സമയ സംപ്രേഷണം, മാധ്യമ പ്രവർത്തനം, ഇതിനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ സ്പോർട്സ് അനലിറ്റിക്സ്, ഡാറ്റ ഉപയോഗിച്ച് കായിക പ്രകടനങ്ങൾ വിശകലനം ചെയ്യുന്നത്. സ്പോൺസർഷിപ്പ് ആൻഡ് ബ്രാൻഡിംഗ് പാർട്ട്ണർഷിപ്പ്, കമ്പനികളുമായിട്ട് ചേർന്ന് സ്പോൺസർഷിപ്പുകൾ കണ്ടെത്തുന്നത്. ആർക്കൊക്കെ ഈ ഒരു കരിയർ തിരഞ്ഞെടുക്കാം? ഇപ്പൊ നിങ്ങൾക്ക് ഒരു സ്പോർട്സിനോട് വലിയ പാഷൻ ഉണ്ടെങ്കിൽ, അതോടൊപ്പം ബിസിനസ് കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ടോ എങ്കിൽ ഈ രണ്ട് താല്പര്യങ്ങളെയും ഒരു മികച്ച ഒരു മിക്സിംഗ് ആണ് സ്പോർട്സ് മാനേജ്മെന്റ്. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു രീതിയിൽ സംസാരിക്കാനുള്ള കഴിവും കമ്മ്യൂണിക്കേഷൻ സ്കില്ലെല്ലാം അവതരണ മികവും ഉണ്ടെങ്കിൽ സ്പോർട്സ് ബ്രോഡ്കാസ്റ്റിംഗ് പോലെയുള്ള മേഖലകളും ശോഭിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അടുത്തത് കരിയർ സാധ്യതകളാണ്. എന്തൊക്കെ സ്കോപ്പുകളാണ് ഇതിനകത്ത് വരാമെന്ന് പല കുട്ടികളും നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു ഡിഗ്രി പൂർത്തിയാക്കി കഴിഞ്ഞാൽ താഴെ പറയുന്ന മേഖലകളിലെല്ലാം നിങ്ങൾക്ക് ജോലി അവസരങ്ങളുണ്ട്. അതായത് ഒരു സ്പോർട്സ് ഏജന്റ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം, ഒരു ക്ലബ് മാനേജറായിട്ട്, ഈവന്റ് കോർഡിനേറ്റർ, സ്പോർട്സ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ട്, സ്പോർട്സ് അനലിറ്റിക്കൽ, അതുപോലെ തന്നെ ഫെസിലിറ്റി മാനേജർ. ദെൻ സ്പോർട്സ് മാനേജ്മെന്റ് ഒരു കരിയർ റോഡ് മാപ്പ്, ഒരു സ്പോർട്സ് മാനേജ്മെന്റ് ഡിഗ്രി എടുക്കുന്നത് നിങ്ങളുടെ ഒരു കരിയർ സാധ്യതകളെ കുറയ്ക്കുകയല്ല, മറിച്ച് സ്പോർട്സ് എന്ന വലിയ മേഖലയിലേക്ക് അത് നിങ്ങളെ കൃത്യമായി നൽകുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയിലെ ഇപ്പോൾ സ്പോർട്സ് ലീഗുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ ഈ ഒരു മേഖലയിൽ പ്രൊഫഷണലുകൾക്ക് വലിയ ആവശ്യമുണ്ട്, അവസരങ്ങളും ഒത്തിരിയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സ്പോർട്സ് മേഖലയിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻ നിൽക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഡയറക്ട്ലി നമ്മുടെ ഇൻസൈറ്റ് 360 മെന്റേഴ്സ് ആയിട്ട് കോൺടാക്ട് ചെയ്യാം. ഇതുപോലെ ന്യൂ അപ്ഡേഷൻസിനായിട്ട് ഇൻസൈറ്റ് 360 സോഷ്യൽ മീഡിയ പേജസുകളെല്ലാം തന്നെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്.